ഭൂപ്രകൃതിയിലും സംസ്കാരത്തിലും വൈവിധ്യം നിറഞ്ഞ അനുഭവങ്ങൾ സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. താർ മരുഭൂമിയുടെ സാന്നിധ്യമാണ് രാജസ്ഥാന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. ആ താർ മരുഭൂമിയുടെ വിസ്മയകരമായ കാഴ്ചകളിലേക്കും വൈവിധ്യമാർന്ന അനുഭവങ്ങളിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു നഗരത്തിലേക്കാണ് ഇന്ന് സിറ്റി ടൂറിലൂടെ നാം കടന്നു ചെല്ലുന്നത്. ജയ്സാൽമീർ. നൂറ്റാണ്ടുകളുടെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യമുള്ള ഈ നഗരം പഴയ വാണിജ്യപാതകളിലൂടെ സാമ്പത്തികമായും സാംസ്കാരികമായും വളർച്ച കൈവരിച്ച കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമായി ചരിത്ര സ്മാരകങ്ങളുടെയും പൈതൃക കാഴ്ചകളുടെയും ഒരു നീണ്ട നിര തന്നെ കാണാം. മരുഭൂമി സമ്മാനിക്കുന്ന അതുല്യമായ അനുഭവങ്ങളും അതിനോട് ചേരുമ്പോൾ ജയ്സാൽമീർ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനായി മാറുന്നു. പോകാം സുവർണ നഗരമെന്നറിയപ്പെടുന്ന ജയ്സാൽമീറിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ജയ്സാൽമീർ നഗരത്തിലെ പ്രധാനപ്പെട്ട 8 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ജയ്സാൽമീർ കോട്ട, തുടർന്ന് പട്ടോൺ കി ഹവേലി, അടുത്തതായി ഗാഡിസർ ലേക്ക്, പിന്നെ ബഡാ ബാഗ്, തുടർന്ന് സൂര്യഗഡ് ജയ്സാൽമീർ, അടുത്തതായി കുൽധര വില്ലേജ്, അവിടെ നിന്നും സാം സാൻഡ് ഡ്യൂൺസ്, അവസാനമായി ലോങ്കേവാല വാർ മെമ്മോറിയൽ. ജയ്സാൽമീറിന്റെ ലാൻഡ്മാർക്കായ ജയ്സാൽമീർ കോട്ടയിൽ നിന്നും ഈ യാത്ര ആരംഭിക്കാം. ഒരു കുന്നിൻ മുകളിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന ചരിത്ര നിർമ്മിതിയാണിത്. രാജസ്ഥാനിലെ മറ്റു കോട്ടകളിൽ നിന്നും ജയ്സാൽമീർ ഫോർട്ടിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം ഇതൊരു ജനവാസ കേന്ദ്രമാണെന്നതാണ്. 4000-ഓളം ആളുകൾ കോട്ടയ്ക്കുള്ളിൽ സ്ഥിര താമസക്കാരായുണ്ട്. ഇതിൽ 80% ബ്രാഹ്മണരും 20% ക്ഷത്രിയരും ഉൾപ്പെടും. ജനം താമസിക്കുന്നുണ്ടെങ്കിലും കോട്ട ഇപ്പോൾ പൂർണ്ണമായും ടൂറിസത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ്. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളുമെല്ലാം കോട്ടയിൽ പ്രവർത്തിക്കുന്നു. ഇതിനിടയിലാണ് ജനങ്ങളുടെ താമസവും. താഴ്വാരത്തു നിന്നും കോട്ടയിലേക്ക് കയറുന്ന ഇടം മുതൽ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങളും സുവനീർ ഷോപ്പുകളും കാണാം. അതോടൊപ്പം ധാരാളം വഴിയോര കച്ചവടക്കാരും നിൽക്കുന്നുണ്ട്. ഒരു ചരിത്ര കേന്ദ്രം എന്നതിനൊപ്പം നല്ലൊരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ജയ്സാൽമീർ ഫോർട്ട്. രാജസ്ഥാനി സംസ്കാരത്തിന്റെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ഇവിടെ നിന്നും വാങ്ങാം. ആഭരണങ്ങൾ അണിഞ്ഞും ചമയങ്ങൾ പൂശിയും വിൽപ്പനയ്ക്കിരിക്കുന്ന സ്ത്രീകൾ പോലും ഇവിടെ വേറിട്ട കാഴ്ചയാകുന്നു. താഴെ നിന്നും നോക്കുമ്പോൾ നീണ്ടുകിടക്കുന്ന കോട്ടയുടെ മനോഹര ദൃശ്യങ്ങൾ കാണാനാകും. 12-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാണ് കോട്ടയുടെ നിർമ്മാണം. 7 നൂറ്റാണ്ടോളം സജീവമായിരുന്ന കോട്ടയുടെ പ്രാധാന്യം ബ്രിട്ടീഷ് കാലത്ത് നഷ്ടമായെങ്കിലും ഇന്നും കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുന്നുണ്ട്. കവാടങ്ങൾ കടന്ന് കോട്ടയ്ക്കുള്ളിലേക്ക് നടക്കുമ്പോൾ പൂർണ്ണത മനസ്സിലാക്കാനാകും.
ദസറ ചൗക്ക് എന്ന ചത്തുരമാണ് കോട്ടയ്ക്കുള്ളിലെ പ്രധാന ഭാഗം. ഇതിന് സമീപമായാണ് രാജകുടുംബത്തിന്റെ കൊട്ടാര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് രാജാവും രാജ്ഞിയും താമസിച്ചിരുന്ന ഇടങ്ങൾ. ആഘോഷങ്ങൾ നടക്കുമ്പോൾ രാജാവ് ഉപവിഷ്ടനായിരുന്ന ഒരു സിംഹാസനവും സമീപത്ത് കാണാം. ഇത് പിന്നിട്ട് കോട്ടയിലെ ഇടവഴികളിലൂടെ നടക്കാം. ഇവിടെ ഹോട്ടലായി മാറിയ പഴയ ധാരാളം ഹവേലികൾ പ്രവർത്തിക്കുന്നുണ്ട്. മനോഹരമായ ക്രാസി വർക്കുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഹവേലികൾ കോട്ടയിലെ ഒരു പ്രധാന കാഴ്ചയാണ്. രുചികരമായ രാജസ്ഥാനി വിഭവങ്ങൾ വിളമ്പുന്ന സ്റ്റാളുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവ കോട്ടയിൽ പലയിടങ്ങളിലായുണ്ട്. വ്യൂ പോയിന്റുകളാണ് കോട്ടയ്ക്കുള്ളിലെ മറ്റൊരു കാഴ്ച. നഗരത്തിന്റെ വിശാലമായ കാഴ്ച സാധ്യമാകുന്ന ഡെക്കുകൾ എല്ലാ ദിശകളിലും സജ്ജമാക്കിയിരിക്കുന്നു. തേൻ നിറമുള്ള സാൻഡ്സ്റ്റോണിൽ നിർമ്മിച്ച കെട്ടിടങ്ങളുടെ നിരയാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. രാജസ്ഥാനി സംഗീതം ആലപിക്കുന്ന കലാകാരന്മാരെ കോട്ടയിൽ നാം ഇടയ്ക്കിടെ കണ്ടുമുട്ടും. രാവണഘട്ട പോലെയുള്ള വാദ്യോപകരണങ്ങളിൽ നിന്നും പൊഴിയുന്ന സംഗീതം കോട്ടയുടെ പാരമ്പര്യഭാവം നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് പട്ടോൺ കി ഹവേലി എന്ന മാളിക സമുച്ചയം കാണാൻ പോകാം. 5 മാളികകൾ ഉൾപ്പെടുന്ന ബിൽഡിംഗ് കോംപ്ലക്സ് ആണിത്. ജയ്സാൽമീറിലെ സമ്പന്നനായിരുന്ന ഗുമന്ത് ചന്ദ് പട്വ 18ഉം 19ഉം നൂറ്റാണ്ടുകളിലായി പണി കഴിപ്പിച്ച മന്ദിരങ്ങൾ. ഗുമന്ത് ചന്ദിന്റെ മരണശേഷവും തുടർന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ 6 ദശാബ്ദങ്ങൾ കൊണ്ടാണ് പൂർത്തിയായത്. കൊട്ടാരത്തിനേക്കാൾ മനോഹരമായ മാളിക നഗരത്തിൽ ഉയരുന്നതിൽ അന്നത്തെ രാജാവ് പോലും അസ്വസ്ഥനായിരുന്നുവെന്ന് കഥകളുണ്ട്. കൊട്ടാരത്തിനേക്കാൾ ഉയരമുള്ള നിർമ്മിതികൾ നഗരത്തിൽ പാടില്ലെന്ന ഉത്തരവിൽ പിൽക്കാലത്ത് ഹവേലിയുടെ 2 നിലകൾ പൊളിച്ചു കളയുകയും ചെയ്തിരുന്നു. പട്വ കുടുംബത്തിന്റെ സാമ്പത്തിക ശക്തി എത്രയായിരുന്നു എന്ന് ഈ മാളിക കാണുമ്പോൾ മനസ്സിലാക്കാനാകും. അത്രമേൽ സുന്ദരവും ആഡംബരപൂർണവുമാണ് ഹവേലിയുടെ ഓരോ ഭാഗവും. പരമ്പരാഗത രജപുത്ര ശൈലിയിലുള്ള ക്രാസി വർക്കുകളാണ് പുറത്തെ കാഴ്ച. മട്ടുപ്പാവുകളും ജനാലകളുമെല്ലാം സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഇടുങ്ങിയ പടിക്കെട്ടിലൂടെ 1ാം നിലയിലേക്ക് എത്തുമ്പോൾ കാണുന്നത് അലങ്കാര സമ്പന്നമായ ഒരു ഹാളാണ്. സ്ഫടികപാളികൾ കൊണ്ട് ഭംഗിയുള്ള ഡിസൈനുകൾ തീർത്ത ഹാൾ. ജൈന മതസ്ഥരായിരുന്ന പട്വ കുടുംബം ആരാധന നടത്തിയിരുന്ന ഒരു ക്ഷേത്രവും ഇവിടെ കാണാം. ഉള്ളിലേക്ക് കടക്കുമ്പോൾ കിടപ്പുമുറി, ഡ്രസ്സിംഗ് റൂം, അതിഥിമുറി, അടുക്കള എന്നിവയെല്ലാം പഴയ രൂപത്തിൽ തന്നെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഓരോ മുറിയിലും അവിടെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കിടപ്പുമുറിയിൽ കട്ടിൽ, തൊട്ടിൽ എന്നിവയെല്ലാം കാണാം. ഡ്രസ്സിംഗ് റൂമിൽ അക്കാലത്ത് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ തുടങ്ങിയവയാണുള്ളത്. ബിസിനസ് ചർച്ചകളും മറ്റും നടത്തിയിരുന്ന മുറിയിലെ ഫർണിച്ചറുകൾ കണ്ണഞ്ചിപ്പിക്കും വിധം മനോഹരമാണ്. അതുപോലെ അതിഥികളെ സ്വീകരിച്ചിരുന്ന മുറികളും ഗംഭീരമായ അലങ്കാരങ്ങളോടെ പണികഴിപ്പിച്ചിരിക്കുന്നു. 2 നൂറ്റാണ്ട് മുമ്പുള്ള ഹവേലിയിലെ ജീവിതമാണ് ഈ മന്ദിരങ്ങളിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കൺമുന്നിലേക്ക് കടന്നുവരിക. ഹവേലിയുടെ താഴത്തെ നിലകളിൽ ഒരു ചെറിയ ഷോപ്പിംഗ് സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. നഗരത്തിലെ ഒരു തടാകമാണ് ഇനി നമുക്ക് കാണേണ്ടത്. ഗാഡിസർ ലേക്ക്. ജലസംഭരണത്തിനായി 13ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച തടാകമാണിത്.
കാലം മുതൽ ജയ്സാൽമീറിലെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം. ഇന്ന് പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടിയാണ് ഇവിടം. തദ്ദേശീയരായ ടൂറിസ്റ്റുകളാണ് തടാകം കാണാനെത്തുന്നതിൽ സിംഹഭാഗവും. സന്ദർശകർക്കായി ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റികൾ തടാകത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പെഡൽ ബോട്ട്, തുഴച്ചിൽ ബോട്ട് എന്നിവയിൽ താൽപ്പര്യമുള്ളത് തെരഞ്ഞെടുത്ത് സ്വയം സഞ്ചരിക്കാം. തടാകത്തിലൂടെ സഞ്ചരിക്കുന്നതിനൊപ്പം തടാകത്തിൽ നിന്നുള്ള കരയുടെ മനോഹരമായ കാഴ്ചകളും യാത്രക്കിടയിൽ കാണാനാകും. പിന്നെയുള്ളത് തടാകക്കരയിലെ നിർമ്മിതികളാണ്. ക്ഷേത്രങ്ങളടക്കം രജപുത്താന ആർക്കിടെക്ചറിന്റെ മനോഹാരിത തുളുമ്പുന്ന ധാരാളം മന്ദിരങ്ങൾ ലേക്കിന് ചുറ്റുമുണ്ട്. കമാന മേൽക്കൂരയോടുകൂടിയ പവലിയനുകൾ തടാകത്തിലും സ്ഥിതി ചെയ്യുന്നു. സൺസ്റ്റോൺ പാകിയ ഘട്ടുകളും ഇവിടെ പാരമ്പര്യ തനിമ തുളുമ്പുന്ന ഗംഭീര കാഴ്ചയാണ്. വൈകുന്നേരമാണ് ഗാഡിസർ തടാകം സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ബഡാബാഗാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. നഗരത്തിൽ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള റോയൽ മെമ്മോറിയൽ കോംപ്ലക്സ്. 16-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആദ്യമായി ഒരു ഉദ്യാനവും ശവകുടീരവും സ്ഥാപിക്കപ്പെട്ടത്. പിന്നീട് വന്ന രാജാക്കന്മാർ ബഡാബാഗിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി മെമ്മോറിയലുകൾ പണികഴിപ്പിച്ചു പോന്നു. ഓരോ സ്മാരകത്തിലും രാജാവിന്റെ പേരും കൈവരിച്ച നേട്ടങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബഡാബാഗ് ഒരു ചരിത്രരേഖയും കൂടിയാകുന്നുണ്ട്. ജയ്സാൽമീർ രാജ്യത്തെപ്പറ്റിയുള്ള ഒട്ടേറെ വിവരങ്ങൾ ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. രജപുത്ര ആർക്കിടെക്ചറിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള പവലിയനുകളുടെ മനോഹാരിത തന്നെയാണ് ബഡാബാഗിന്റെ മുഖ്യ ആകർഷണം. വരണ്ട മരുഭൂമിയുടെയും സമീപത്തുള്ള തടാകത്തിന്റെയും പശ്ചാത്തലത്തിൽ ഇതൊരു ഗംഭീര ദൃശ്യാനുഭവമായും മാറുന്നു. വിൻഡ്മില്ലുകൾ ഉയർന്നു നിൽക്കുന്ന മരുഭൂമിയുടെ കാഴ്ചകളും ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയും. ബഡാബാഗ് ഏറ്റവും സുന്ദരമായ കാഴ്ചയാകുന്നത് സൂര്യൻ അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ പ്രഭാതത്തിലും സായാഹ്നത്തിലും ഇവിടം സന്ദർശിക്കുന്നതാണ് ഉത്തമം. അടുത്തതായി കാണേണ്ടത് സൂര്യഗഡ് എന്ന ആഡംബര ഹോട്ടലാണ്. മരുഭൂമിയിൽ ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ പണിതുയർത്തിയിട്ടുള്ള ഒരു ഗംഭീര നിർമ്മിതി. രാജസ്ഥാനിലെ കോട്ടകളുടെ രൂപം മാതൃകയായി സ്വീകരിച്ചിരിക്കുന്നുവെന്നതാണ് ഹോട്ടലിന്റെ മുഖ്യ സവിശേഷത. ഒരു കോട്ടയിൽ രാജകീയ ആഡംബരങ്ങളോടെ താമസിക്കുന്ന അനുഭവം ഈ ഹോട്ടലിന് പകർന്നു നൽകാനാകും. പരിചാരകരുടെ ഇടപെടലിൽ പോലും കാണാം ആ റോയൽ എക്സ്പീരിയൻസ്. ഇത്രയും സൗകര്യങ്ങൾ നൽകുന്നതിനാൽ മുറി വാടകയും ഒട്ടും കുറവല്ല. 1 ലക്ഷം വരെ ദിവസ വാടകയ്ക്കുള്ള മുറികൾ ഇവിടെയുണ്ട്. രാജസ്ഥാനി പാരമ്പര്യം പിന്തുടർന്നുള്ള നിർമ്മാണ രീതികളാണ് ഹോട്ടലിന്റെ ഉൾവശത്തും കാണാനാവുക. ഗ്രാസി വർക്കുകളും കൊത്തുപണികളുമെല്ലാം അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു. ധാരാളം പുരാവസ്തുക്കളും അങ്ങിങ്ങായി ഹോട്ടലിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 4 റെസ്റ്റോറന്റുകളാണ് ഹോട്ടലിലുള്ളത്. തനത് രാജസ്ഥാനി വിഭവങ്ങൾ ഇവിടെ നിന്നും ആസ്വദിക്കാനാകും. മരുഭൂമിയിലെ വിവിധ ആക്ടിവിറ്റികൾക്കുള്ള സൗകര്യങ്ങളും
ഹോട്ടലിൽ നിന്നും സന്ദർശകർക്ക് ഒരുക്കി നൽകുന്നുണ്ട്. ഇനി നമുക്ക് കുൽധര വില്ലേജിന്റെ കാഴ്ചകളിലേക്ക് പോകാം. 200 വർഷങ്ങൾക്ക് മുൻപ് ഈ ഗ്രാമത്തിൽ നിന്നും ഒറ്റ രാത്രി കൊണ്ട് ആളുകൾ ഒഴിഞ്ഞു പോവുകയായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഇവിടെ താമസിക്കാൻ ആരും തയ്യാറാകാത്തതിനാൽ തകർന്ന കെട്ടിടങ്ങൾ മാത്രമേ ഇപ്പോൾ കുൽധരയിൽ അവശേഷിക്കുന്നുള്ളൂ. ചരിത്രത്തിന്റെ സ്മാരകമെന്നോണം ഒരു പ്രേതഭൂമി പോലെ ഇപ്പോൾ കുൽധര നിലനിൽക്കുകയാണ്. ജയ്സാൽമീർ രാജാവിന്റെ ദിവാൻ സലാം സിംഗ് മേത്തയ്ക്ക് ഗ്രാമമുഖ്യന്റെ മകളോട് തോന്നിയ പ്രണയമായിരുന്നു ഗ്രാമവാസികൾ പലായനം ചെയ്യാനുണ്ടായ കാരണത്തിന്റെ തുടക്കം. 50 വയസ്സ് പ്രായമുണ്ടായിരുന്ന ദിവാന് ഗ്രാമവാസികളുടെ പൊന്നോമനയായിരുന്ന 16-കാരിയെ വിവാഹം കഴിച്ചുകൊടുക്കാൻ ഗ്രാമമുഖ്യനോ ഗ്രാമത്തിലുള്ളവരോ തയ്യാറായില്ല. തന്റെ ആവശ്യം അംഗീകരിച്ചില്ലേൽ സൈന്യവുമായി എത്തി പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോകുമെന്ന് ദിവാൻ ഭീഷണി മുഴക്കി. അതേ തുടർന്ന് മറ്റു വഴികളില്ലാതെ വന്നതോടെ ഗ്രാമീണർ പലായനം ചെയ്യുകയായിരുന്നു. ബ്രാഹ്മണ ജാതിയിലെ പാലി വിഭാഗക്കാരായിരുന്നതിനാൽ ബ്രാഹ്മണ ശാപം ഭയന്ന് പിന്നീട് ഇവിടേക്ക് ആരും വന്നതുമില്ല. അത്തരം പല അന്ധവിശ്വാസങ്ങൾ കുൽധരയെ ചുറ്റിപ്പറ്റി ഇന്നും നിലനിൽക്കുന്നുമുണ്ട്. പക്ഷേ ടൂറിസ്റ്റുകൾക്ക് ഇതൊരു കൗതുക കാഴ്ചയാണ്. ഗവൺമെന്റിന് വരുമാന സ്രോതസ്സും. ഗ്രാമത്തിലെ മുഖ്യന്റെ വീട്, ക്ഷേത്രം, പൂജാരിയുടെ വീട് എന്നിവയെല്ലാം ടൂറിസം ലക്ഷ്യമിട്ട് നവീകരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ നിർമ്മാണ ശൈലികൾ ഈ കെട്ടിടങ്ങളിൽ കാണാം. ഉത്തരത്തിനു മുകളിൽ മരത്തടികൾ നിരത്തി കല്ലുപാകുന്ന രീതിയാണിത്. ശില്പവിദ്യയും കൊത്തുപണികളും ഗ്രാമത്തിലെ ക്ഷേത്രത്തെയും മനോഹരമായ കാഴ്ചയാക്കുന്നു. ഗ്രാമീണർ യാത്രയായപ്പോൾ വിഗ്രഹവും കൂടെ കൊണ്ടുപോയതിനാൽ ശ്രീകോവിൽ ഇപ്പോൾ ശൂന്യമാണ്. എങ്കിലും ക്ഷേത്രമന്ദിരം പൂർണ്ണ രൂപത്തിൽ നിലനിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സാം സാൻഡ് ഡ്യൂൺസിലേക്ക് പോകാം. ജയ്സാൽമീറിൽ ടൂറിസ്റ്റുകളെ ഏറ്റവും അധികം ആകർഷിക്കുന്ന ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് സാം സാൻഡ് ഡ്യൂൺസ്. മരുഭൂമിയിലെ മണൽക്കുന്നുകളും മണൽക്കുന്നുകളിൽ ഒരുക്കിയിട്ടുള്ള ആക്ടിവിറ്റികളും ഇവിടെ സന്ദർശകർക്ക് അപൂർവമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. ജയ്സാൽമീറിലെ ഡെസേർട്ട് ക്യാമ്പുകളിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നതും ഇവിടം കേന്ദ്രീകരിച്ചാണ്. കൂടാതെ ധാരാളം ലക്ഷറി ഹോട്ടലുകളും ഇന്ന് ഈ പ്രദേശത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. മരുഭൂമി കാണാനും അറിയാനും ഡെസേർട്ട് ക്യാമ്പുകളിൽ താമസിക്കുന്നതാണ് നല്ലത്. ചെറിയ കുടിൽ കെട്ടി ഇത്തരം ക്യാമ്പുകളിൽ താമസമൊരുക്കിയിരിക്കുന്നു. ഒരു കിടപ്പുമുറിയും ടോയ്ലറ്റും അടക്കം പരിമിതമായ സൗകര്യങ്ങളെ ഹട്ടുകളിൽ ഉണ്ടാകൂ. ശൈത്യകാലത്ത് മാത്രമാണ് ഹട്ടുകളിൽ താമസിക്കാൻ കഴിയുക. വേനലിൽ ഈ പ്രദേശങ്ങളിലെല്ലാം സഹിക്കാനാവാത്ത ചൂടായിരിക്കും. രാജസ്ഥാനി കോട്ടകളുടെ രൂപത്തിലാണ് പ്രദേശത്തെ ആഡംബര ഹോട്ടലുകളുടെ നിർമ്മാണം. അതോടൊപ്പം രാജസ്ഥാനിലെ സംസ്കാരം അറിയാനും വലിയ ഹോട്ടലുകളിൽ അവസരമൊരുക്കുന്നുണ്ട്. കല, ഭക്ഷണം, വസ്ത്രം എന്നിങ്ങനെ രാജസ്ഥാനി ജീവിതത്തിന്റെ വിവിധ വശങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ആസ്വദിച്ചറിയാനാകും. കൂടാതെ സാൻഡ് ഡ്യൂൺസിലേക്കുള്ള യാത്രയുടെ ഏർപ്പാടുകളും ഹോട്ടലുകൾ ഒരുക്കുന്നുണ്ട്. സാം സാൻഡ് ഡ്യൂൺസിൽ പലതരം വിനോദങ്ങൾ സജ്ജമാണ്. ഓഫ് റോഡ് വാഹനത്തിലുള്ള സഫാരിയാണ് അതിലേറ്റവും ആകർഷകം. മണൽപ്പരപ്പിലൂടെ സഞ്ചാരികളെയും കൊണ്ട് വാഹനങ്ങൾ അതിസാഹസികമായി സഞ്ചരിക്കും.
മറ്റൊന്ന് പാരാസെയിലിംഗ് ആണ്. പാരച്യൂട്ടിൽ മരുഭൂമിയുടെ കാഴ്ചകൾ കണ്ട് ആകാശത്തുകൂടി പറക്കാം. ക്യാമൽ സഫാരി ഏതൊരാൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന വിനോദമാണ്. അല്പം ഡ്രൈവിംഗ് വശമുണ്ടെങ്കിൽ മണൽപ്പരപ്പിലൂടെ ക്വാഡ് ബൈക്കിങ്ങിലും ഏർപ്പെടാം. അവസാനമായി ലോങ്കേവാല വാർ മെമ്മോറിയലിലേക്ക് പോകാം. 1971 ഇന്ത്യ പാക് യുദ്ധം നടന്ന പ്രദേശത്ത് ഒരുക്കിയിട്ടുള്ള സ്മാരകം. ഇന്ത്യയുടെ വിജയത്തിന്റെയും യുദ്ധത്തിന്റെയും ഓർമ്മകൾ ഈ മെമ്മോറിയലിൽ സംരക്ഷിച്ചിരിക്കുന്നു. ലോങ്കേവാലയുടെ പ്രധാന സവിശേഷത ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയാണെന്നതാണ്. മുള്ളുവേലി കെട്ടി തിരിച്ചിട്ടുള്ള അതിർത്തിയാണ് ഇവിടെയുള്ളത്. എന്നാൽ പ്രത്യേക പാസ് ഇല്ലാതെ വേലിക്കരികിലേക്ക് പോകാനാവില്ല. പകരം വാച്ച് ടവറിൽ കയറി നിന്ന് പാകിസ്ഥാന്റെ ഭൂപ്രദേശം കാണാനാകും. ഒരു ഉദ്യാനം കണക്കെയാണ് വാർ മെമ്മോറിയൽ ഒരുക്കിയിട്ടുള്ളത്. 1971 യുദ്ധത്തിൽ ഉപയോഗിച്ച ആയുധങ്ങൾ, വാഹനങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാനാകും. അതുപോലെ ഒരു മ്യൂസിയവും സമീപത്ത് പ്രവർത്തിച്ചു വരുന്നു. യുദ്ധചരിത്രം വിവരിക്കുന്ന ഓഡിയോ വിഷ്വൽ ഷോയാണ് ലോങ്കേവാല വാർ മെമ്മോറിയലിലെ മറ്റൊരാകർഷണം. ഇന്ത്യയിലെ ഒരേയൊരു ഹോട്ട് ഡെസേർട്ടാണ് രാജസ്ഥാനിലെ താർ. മരുഭൂമി ജീവിതവും സംസ്കാരവും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുന്ന ജയ്സാൽമീർ നഗരത്തിലെ പ്രധാന കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുവന്നത്. രജപുത്താന ആർക്കിടെക്ചറിന്റെ മനോഹാരിതയും മരുഭൂമിയുടെ വേറിട്ട അനുഭവങ്ങളും ഒത്തുചേരുന്ന ജയ്സാൽമീർ ഇന്ത്യയിലെ ഏറ്റവും സവിശേഷമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി തുടരുന്നു.